Hello, welcome to Daily News Analysis. 30th November 2024. മെയിൻ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ONOS ബിക്കൺ GS2വിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ലെറ്റ്സ് ലുക്ക്. പിന്നെ ഇന്ത്യൻസ് നീഡ് ടു ഷെയർ കോൺട്രസെപ്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഇതും GS3കകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇറാൻ ടു എൻറിച്ച് യുറേനിയം വിത്ത് അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ്, സേ IAEA. GS2വിനകത്തും ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. സമയം കളയാതെ മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് ONOS ബിക്കൺ GS2വിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ON കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ON എന്ന് പറയുന്നത്. വൺ നേഷൻ. നമ്മൾ പല കാര്യം കേട്ടിട്ടുണ്ട്. ONOP, വൺ നേഷൻ വൺ പെൻഷൻ, പിന്നെ അതുപോലെ വൺ നേഷൻ വൺ എലക്ഷൻ, അതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്താണ് എന്ത് വരുന്നത്, ONOSന്റെ ഒരു പ്രാധാന്യം അതോട് ചേർത്താണ് വായിക്കേണ്ടത്. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ നമ്മൾ ആലോചിക്കുക എന്തിന്റെ സബ്സ്ക്രിപ്ഷനാ? നെറ്റ്ഫ്ലിക്സിന്റെ ആണോ? ആമസോണിന്റെ ആണോ? ദ ഹോട്ട്സ്റ്റാറിന്റെ ആണോ? ഒരിക്കലും അല്ല. ഇത് റിസർച്ച് ആർട്ടിക്കിൾസിന്റെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻസ് ഇന്ത്യാസ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. അതിനെയാണ് ONOS പ്ലാൻ എന്ന് പറയുന്നത്. വിച്ച് എയിംസ് ടു മേക്ക് റിസർച്ച് പേപ്പേഴ്സ് മോർ ആക്സസിബിൾ ടു ദ പബ്ലിക് ആൻഡ് സ്കോളേഴ്സ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ റെഫറൻസിനായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. മെയിൻലി അത് ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നവരാ, PG ചെയ്യുന്നവരും ഡിഗ്രീസിലും യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടും പബ്ലിഷ് ഒക്കെ ചെയ്യുന്ന റെഫറൻസിനായിട്ട് പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പ്രോജക്ട്സിനും ഒക്കെ ആയിട്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പല ഇന്റർനാഷണൽ ജേർണൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ട്, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നേച്ചർ എന്ന് പറയുന്ന ജേർണൽ ഉണ്ട്. പിന്നെ അതുപോലെ പല ടൈപ്പ് പേരിലുള്ള ഇന്റർനാഷണൽ ജേർണൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം അതിന് ഭയങ്കരധികം പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അതൊക്കെ നമുക്കൊരു വലിയൊരു പഠന കാര്യത്തിന് സ്പെൻഡ് ചെയ്യുന്ന അത് ലയബിലിറ്റി ആയിരിക്കില്ല. പക്ഷേ അതിനുള്ള പൈസ നമ്മൾ പഠിക്കുകയായതുകൊണ്ട് തന്നെ അത്രയും പൈസയൊന്നും കാണണമെന്നില്ല. ആകെ ചിലപ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു പൈസയൊക്കെ കാണത്തുള്ളൂ. അപ്പൊ അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഡെയിലി എക്സ്പെൻസ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതൊരു ബർഡൻ ആയിട്ട് വരും. കാരണം ഈ പഠന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചെറിയ പാർട്ട് ടൈം ജോബ്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ ചെയ്യാൻ. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ്, ആ ബർഡൻ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ കൂടുതൽ പബ്ലിക്കിലേക്കും സ്കോളേഴ്സിലേക്കൊക്കെ ആക്സസിബിൾ ആക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നത്. പിന്നെ കറന്റ് ആക്സസിങ് റിസർച്ച് ആർട്ടിക്കിൾസ് ഈസ് എക്സ്പെൻസീവ്. നമ്മൾ പറഞ്ഞു, ബിക്കോസ് എന്തുകൊണ്ടാണ് അത് എക്സ്പെൻസീവ് ആകുന്നത്? ജേർണൽസ് ചാർജ് ഹൈ ഫീസ് ടു റീഡേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിത് ഇൻഡിവിജ്വലി വായിക്കാനാണെങ്കിലും നമ്മൾ അതിന് പേ ചെയ്യേണ്ട വരും. ഇൻ കേസ് നമ്മൾ ലൈബ്രറി പോയി വായിക്കാനാണെങ്കിലും ലൈബ്രറി ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കുമല്ലോ ഉള്ളത്. അപ്പൊ അവരോടും ഒരു എമൗണ്ട് നമ്മുടെ ഈ ജേർണൽസ് മേടിക്കും. So scholars often rely on their institute's library, which subscribes to these journals. Over time, as fees increased, the fees കൂടുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? Libraries formed groups to negotiate better deals with publishers. അപ്പം ഇവര് ലൈബ്രറി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഫോം ചെയ്തു. എന്നിട്ട് എന്താ, അവരുമായിട്ട് നെഗോസിയേഷൻസ് നടത്തി തുടങ്ങി. അതായത് പബ്ലിഷേഴ്സും ഒക്കെ ആയിട്ട് ബെറ്റർ ഡീൽസിന് വേണ്ടി കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു നോമിനൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ONOS പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യാസ് നാഷണൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി പ്രകാരമാണ്. 2020 ഒരു പോളിസിയാണ് നാഷണൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്നത്. ആൻഡ് നൗ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഇപ്പൊ അതെന്താ അപ്രൂവ് ചെയ്തു ഗവൺമെന്റ്. replaces these consortia with a central subscription managed by the national government. നമ്മളിപ്പോ പറഞ്ഞു, ഈ ലൈബ്രറീസ് എല്ലാം എന്താ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും, ഒരു കൺസോഷ്യ ഫോം ചെയ്യും. ഈ കൺസോഷ്യ എന്താ നമ്മുടെ ഗവൺമെന്റ് റീപ്ലേസ് ചെയ്തു വിത്ത് എ സെൻട്രൽ സബ്സ്ക്രിപ്ഷൻ. ഇത് മാനേജ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഗവൺമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ദിസ് അലൗസ് റിസർച്ചേഴ്സ് അറ്റ് പബ്ലിക്ലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, especially those with limited resources, to access expensive journals for free or at a much lower cost. ഓക്കെ, നമ്മൾ ഇപ്പൊ എന്താ ഇവിടെ ഒരു ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്തു ഇങ്ങനെ ഒരു സമയത്ത്. എന്നിട്ട് എന്താ ഗവൺമെന്റ് നമ്മുടെ ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് നമുക്ക് ഇത് നേരത്തെ ലിമിറ്റഡ് ആയിട്ട് ഇരുന്ന ഈ റിസോഴ്സസ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട്.
തുടങ്ങി തരുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊന്നും, അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ വളരെ നേരിയ ഒരു കോസ്റ്റിൽ, കുറഞ്ഞ ഒരു തുകയിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ONOSന്. എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ് നമുക്ക് നോക്കാം. ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ഇറ്റ് ഓൺലി കവേഴ്സ് പബ്ലിക്ലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്ക്ലൂഡിങ് പ്രൈവറ്റ് വൺസ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഇത് കവർ ചെയ്യുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഒന്നും ഇത് കവർ ചെയ്യുന്നില്ല. അത് അതിന്റെ ഒരു ചലഞ്ചാണ്. പിന്നെ ഡിപ്പെൻഡൻസി ഓൺ പബ്ലിഷേഴ്സ്. ONOS ഡസിൻ ചാലഞ്ച് ദ കറന്റ് സിസ്റ്റം. ഇപ്പോഴത്തെ സിസ്റ്റം ഒന്നും മാറുന്നില്ല. ഇത് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എങ്ങനെയാ, കൊമേഴ്ഷ്യൽ പബ്ലിഷേഴ്സിന് തന്നെ പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ ഇപ്പോഴും അത് തന്നെ നടക്കുന്നത്, പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. സോ ഡിപ്പെൻഡൻസി ഓൺ പബ്ലിഷേഴ്സ് അത് അവിടെ നിലനിൽക്കുക. വേർ കൊമേഴ്ഷ്യൽ പബ്ലിഷേഴ്സ് പ്രോഫിറ്റ് ഫ്രം പബ്ലിക്ലി ഫണ്ടഡ് റിസർച്ച് ബൈ ചാർജിങ് ആക്സസ് ഫീസ്. അവിടെയും ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഇത് ആക്സസ് ചെയ്യുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ വേറൊരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്നത് എന്തുവാ, ഹൈ കോസ്റ്റ്. ഗവൺമെന്റ് പ്ലാൻസ് ടു സ്പെൻഡ് ഏകദേശം 600 കോടി രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഓവർ 3 years, 3 വർഷത്തേന്. ഫോർ സബ്സ്ക്രിപ്ഷൻസ് ടു 30 മേജർ പബ്ലിഷേഴ്സ്. 30 മേജർ പബ്ലിഷേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻസ് എടുക്കാൻ വേണ്ടി. ഓക്കെ, റേസിംഗ് കൺസേൺസ് അബൌട്ട് prioritizing such spending when India's research funding as a share of GDP is stagnant. നമ്മുടെ GDP-യിലെ റിസർച്ചിന്റെ ആ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിലെ ഷെയർ കൂടുന്നില്ല. അത് ഇപ്പോഴും സ്റ്റാഗ്നന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു നിലയിൽ തന്നെ, കുറഞ്ഞ ഒരു നിലയിൽ തന്നെ നിൽക്കുവാണ്. പക്ഷെ നമ്മുടെ സ്പെൻഡിങ് എന്താണ്, കൂടുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു ചലഞ്ചാണ്. Critics argue that instead of paying foreign publishers, the government could have promoted open access models. അപ്പം നമ്മുടെ ക്രിട്ടിക്സ് എന്താണ് പറയുന്നത്, ഇതിനെ എതിർക്കുന്നവർ എന്താണ് പറയുന്നത്, ഫോറിൻ പബ്ലിഷേഴ്സിന് പേ ചെയ്യുന്നതിന് പകരം ഗവൺമെന്റിന് വേണമെങ്കിൽ ഓപ്പൺ ആക്സസ് മോഡൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. ഓപ്പൺ ആക്സസ് മോഡൽസ് എന്താണോ, കുറച്ച് ഓപ്പൺ ആക്സസ് മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഓപ്പൺ ആക്സസ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആക്സസ് ടു റിസർച്ച് ആഫ്റ്റർ ബീങ് സ്റ്റോർഡ് ഇൻ ഓൺലൈൻ റിപ്പോസിറ്ററീസ്. എന്താ, നമുക്ക് ഫ്രീ ആയിട്ട് ഈ റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഒരു ഓൺലൈൻ ആയിട്ടുള്ള റെപ്പോസിറ്ററിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ഓൺലൈൻ ആയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഗ്രീൻ ഓപ്പൺ ആക്സസ് പ്രകാരം നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ആക്സസ് ചെയ്യാം. അത് ഒന്നാമത്തെ ഒരു ആക്സസ് മോഡലാണ്. രണ്ടാമത്തെ ഓപ്പൺ ആക്സസ് മോഡലാണ് ഡയമണ്ട് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത്. ഡയമണ്ട് ഓപ്പൺ ആക്സസ്. അപ്പം ഈ ജേർണൽസ് അതില് ഫ്രീ ആയിട്ട് നമുക്ക് പബ്ലിഷും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ഇതിനെയാണ് ഡയമണ്ട് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് ഫ്രീ ആയിട്ട് ഈ റിസർച്ചിൽ ആക്സസ് കിട്ടും ഓൺലൈൻ റിപ്പോസിറ്ററീസിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം. മറ്റേത് ഫ്രീ ആയിട്ട് നമുക്ക് അത് പബ്ലിഷും ചെയ്യാം. ഡയമണ്ട് ഓപ്പൺ ആക്സസിൽ പബ്ലിഷും ചെയ്യാം ഫ്രീ ആയിട്ട്, കൂടാതെ അതിൽ നിന്ന് വായിക്കുകയും ചെയ്യാം. ഇതാണ് ഗ്രീൻ ഓപ്പൺ ആക്സസും ഡയമണ്ട് ഓപ്പൺ ആക്സസും. അപ്പം ഇത് ഇങ്ങനെ ഒരു മോഡൽ വേണമെങ്കിൽ ഗവൺമെന്റിന് പ്രൊമോട്ട് ചെയ്യാം, റാദർ ദാൻ പേയിങ് ഫോറിൻ പബ്ലിഷേഴ്സ്. ഓക്കെ, അത് ക്രിട്ടിക്സിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ്. Alternatively, India could have supported its own academic journals to make them more visible and aligned with the needs of Indian researchers. അപ്പം ഇന്ത്യക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ തന്നെ അക്കാഡമിക് ജേർണൽസ്, ഇന്ത്യയിൽ തന്നെ റിസർച്ച് നടത്തുന്ന അക്കാഡമിക് ജേർണൽസോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന അക്കാഡമിക് ജേർണൽസോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റിസർച്ചേഴ്സിന്റെ നീഡ്സ് അനുസരിച്ചുള്ള ജേർണൽസോ ഒക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അത് മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ചലഞ്ചസ് ഒക്കെ കുറെ കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജേർണൽസ് എന്താ, കുറച്ചുകൂടെ ആളുകളിൽ വിസിബിളും ആകും, കൂടാതെ നമ്മുടെ നീഡ്സിനൊത്ത് അത് അലൈൻ ചെയ്തു പോകും. നമ്മുടെ ഇന്ത്യൻ റിസർച്ചേഴ്സിന് എന്താണോ ആവശ്യം അതുമായിട്ട് ഒത്തുപോകും. ഓക്കെ, ഇതെല്ലാം ക്രിട്ടിക്സിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അതർ കൺസേൺസ് ഇൻക്ലൂഡ് ട്രാൻസ്പെറൻസി. മറ്റ് കൺസേണുകൾ ഒന്നാമത്തതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ദർ ഇസ് നോ ക്ലിയർ ക്ലാരിറ്റി, അല്ലെങ്കിൽ ദർ ഇസ് നോ ക്ലാരിറ്റി ഓൺ ഹൗ ജേർണൽസ് വിൽ ബി സെലക്ടഡ്. അതിലൊരു ക്ലാരിറ്റി ഇല്ല, അത് ക്ലിയർ അല്ല ഇപ്പോഴും. എങ്ങനെയാണ് ഇവർ ജേർണൽസ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, റെലവെന്റ് ആണോ അതോ പ്രെഡേറ്ററി ജേർണൽസ് ആണോ, വിൽ ബി റിമൂവ്ഡ്, സോറി ഇറലവെന്റ് ആണോ, അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് ഈ എടുക്കുന്ന ജേർണൽസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ, അതോ ജസ്റ്റ് പൈസ പോകാൻ വേണ്ടിയുള്ളതാണോ, അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓർ ഇഫ്
ന്യൂലി ഇമ്പോർട്ടന്റ് വൺസ് വിൽ ബി ആഡഡ്. പുതിയ വേണ്ട ജേർണൽസ് അതിൽ വരുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. ഇതിൽ നമ്മൾ കണ്ടു പ്രെഡേറ്ററി ജേർണൽസ്. അതെന്താണെന്ന് കൂടെ ഞാൻ പറയാം. പ്രെഡേറ്ററി ജേർണൽസ് എന്ന് പറയുന്നത് അതും ഒരു ടൈപ്പ് ഓഫ് ജേർണൽ തന്നെ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻസ് ആണ്. അതിനെ സ്യൂഡോ ജേർണൽസ് എന്നും വിളിക്കും. ദാറ്റ് ക്ലെയിം ടു ബി ലെജിറ്റിമേറ്റ് സ്കോളർലി ജേർണൽസ്. അത് സ്കോളർലി ജേർണൽസ് ആണ്, കൃത്യമായിട്ട് ഫാക്ട്സ് ആണ് അതിൽ വരുന്നത് എന്നൊക്കെ അവർ പറഞ്ഞ് അത് പബ്ലിഷ് ചെയ്യും. പക്ഷേ അവര് കുറച്ച് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയും അതുപോലെ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവരത് പബ്ലിഷ് ചെയ്യുന്നത് അതിനകത്ത്. ബട്ട് മിസ്റെപ്രസെന്റ് ദയർ പബ്ലിഷിംഗ് പ്രാക്ടീസസ്. അവർ ചിലപ്പം പല കാര്യങ്ങളും തെറ്റായിട്ട് ക്ലെയിം ചെയ്തെന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ജേർണൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രെഡേറ്ററി ജേർണൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇത് ആഡ് ചെയ്യുന്നത്? അതോ ഇറലവന്റ് ആയിട്ടുള്ളതാണോ? അതോ ഇനി പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യുമോ? ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇഗ്നോറിംഗ് ട്രെൻഡ്സ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇഗ്നോറിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ജേർണൽസ് ആർ ഷിഫ്റ്റിംഗ് ടു ഗോൾഡ് ഓപ്പൺ ആക്സസ് വേർ ആർട്ടിക്കിൾസ് ആർ ഫ്രീ ടു റീഡ് ബട്ട് ഓതേഴ്സ് പേ ഫോർ പബ്ലിക്കേഷൻസ്. അപ്പം ഈ പല ജേർണൽസും ഇപ്പൊ എന്തിലേക്കാണ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ആർട്ടിക്കിൾസ് എല്ലാം ഫ്രീ ആണ് നമുക്ക് വായിക്കാൻ, നമുക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. പക്ഷേ അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഗോൾഡ് ഓപ്പൺ ആക്സസിൽ എന്ത് വേണം? ഓതേഴ്സിന് പേ ചെയ്യണം പബ്ലിക്കേഷന് വേണ്ടി. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോൾഡ് ഓപ്പൺ ആക്സസ് ജേർണൽസ്, അല്ലെങ്കിൽ ഗോൾഡ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത്. നമ്മൾ പല ടൈപ്പ് ഓഫ് ആക്സസ് തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. ഗ്രീൻ ഓപ്പൺ ആക്സസ് ഉണ്ട്, ഡയമണ്ട് ഓപ്പൺ ആക്സസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുവാണ്, എന്താ? ഗോൾഡ് ഓപ്പൺ ആക്സസിന്റെ കാര്യം. ഓക്കെ. അത് പല ജേർണൽസും അതിലേക്ക് ഇപ്പൊ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ പേ ചെയ്യേണ്ടി വരും. അതിനെയാണ് ഗോൾഡ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത്. Preprints which allow free sharing for early research and also becoming popular. പ്രീപ്രിന്റ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് എന്താ? നമുക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പല ഏർലി റിസർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പൊ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഫൈനലി ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ആർട്ടിക്കിൾ ഹൈലൈറ്റ്സ് ദ ലാക്ക് ഓഫ് കൺസൾട്ടേഷൻ വിത്ത് research institutes about their specific needs. While ONOS has potential, its current form has many shortcomings and celebrating it would be premature. ഇപ്പോഴേ നമ്മൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ കുറെ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ഇത് നല്ലൊരു ആശയമാണ്. കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും പല കൺസൾട്ടേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് വെച്ചും, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സ്പെസിഫിക് ആയിട്ടുള്ള പല നീഡ്സ് കാണും. അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബട്ട് ഇപ്പൊ ഈ ഷോർട്ട് കമ്മിങ്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ അതിലൊരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ടെന്നാണ് ഈ ആർട്ടിക്കിളിൽ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പ്രീ പ്രിന്റിന്റെ കാര്യം പറഞ്ഞു. പ്രീ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് ഒരു ഫുൾ ഡ്രാഫ്റ്റ് ഓഫ് റിസർച്ച് പേപ്പർ തന്നെ. പക്ഷേ ഇത് പബ്ലിക്ലി ഷെയർ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പിയർ റിവ്യൂ നടത്തുന്നതിന്റെ ഒക്കെ മുന്നേ, നമ്മൾ അല്ലെങ്കിൽ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പബ്ലിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിത് അതിന്റെ ഒരു പ്രിലിമിനറി വേർഷൻ ആണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വേർഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രീ പ്രിന്റ്സ് എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്യാൻ പല ടൈപ്പ് ഓഫ് ഫ്രീ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ഇപ്പൊ പോപ്പുലർ ആണ്. അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഫൈനലി നമ്മൾ എന്തോ പറഞ്ഞു, ഇത് നല്ലൊരു ആശയമാണ്. ആഫ്റ്റർ പ്രോപ്പർ കൺസൾട്ടേഷൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ല കാര്യമാണ്. ഓക്കെ. അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വെച്ചത്. ഓക്കെ. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് നീഡ് ടു ഷെയർ കോൺട്രസെപ്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ആർട്ടിക്കിൾ. ദ ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ഇന്ത്യസ് ഡിക്ലൈനിങ് യൂസ് ഓഫ് വാസക്ടമി ആസ് എ ഫാമിലി പ്ലാനിങ് മെത്തേഡ്. അപ്പം എന്താ ഈ ആർട്ടിക്കിളിൽ പറയുന്നത്? പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഡിക്ലൈനിങ് യൂസസ് ഓഫ് വാസക്ടമി ആണ്. അതായത് വാസക്ടമി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, എന്താ? റിമൂവിങ് അല്ലെങ്കിൽ കട്ടിംഗ് ഓഫ് വാസ് ഡിഫറൻസ് സോ ദാറ്റ് ദ gametes cannot move to
നമുക്ക് ആ ഒരു മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്, ആ ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുന്ന ആ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കിനെയാണ് വാസക്ടമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫോം ഓഫ് ഫാമിലി പ്ലാനിങ് മെത്തേഡ്. അപ്പം ഇതിന്റെ യൂസ് എന്താ ഇന്ത്യയിൽ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആൻഡ് ഹൈലൈറ്റ്സ് ദ സിഗ്നിഫിക്കന്റ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ റേറ്റ്സ്. അതും ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം മെയിലിന്റെയും ഫീമെയിലിന്റെയും സ്റ്റെറിലൈസേഷൻ റേറ്റ്സ് തമ്മിൽ വളരെയധികം ഡിഫറൻസസ് ഉണ്ട്. അതിന്റെ ഡിസ്പാരിറ്റി അതൊരു ഇറ്റ്സ് ആൻ ആസ്പെക്ട് ഓഫ് ജെൻഡർ ടു. അപ്പൊ ഇത് GS3 പ്ലാനിങ്ങിനകത്ത് അല്ലെങ്കിൽ എക്കോണമി ആൻഡ് പ്ലാനിങ്ങിനകത്ത് വരുന്നത് മാത്രമല്ല, ഇതൊരു ജെൻഡർ ആസ്പെക്റ്റും ഉണ്ട്, ഒരു സോഷ്യൽ ആസ്പെക്റ്റും ഉണ്ട്. GS1 ഓവർലാപ്പിംഗ് വരുന്ന ഒരു കാര്യം കൂടെയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഐഡന്റിഫൈസ് ചാലഞ്ചസ് ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻസ് ടു ഇംപ്രൂവ് മെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ കോൺട്രസെപ്ഷൻ. അപ്പം ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും പിന്നെ അതുപോലെ ചാലഞ്ചസും കാര്യങ്ങളും അതിന്റെ സൊല്യൂഷൻസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ മെയിൽ പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് കോൺട്രസെപ്ഷനിൽ കൂട്ടാനുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യ ലോഞ്ച്ഡ് ഇറ്റ്സ് നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇൻ 1952. 1952 നമ്മുടെ നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. വിത്ത് ദ ഫോക്കസ് ഷിഫ്റ്റിംഗ് ഓവർ ദി ഇയേഴ്സ് ഫ്രം മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ടു പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ. അതായത് തുടക്കത്തിൽ ഇത് എന്തായിരുന്നു, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിനായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പിന്നീട് എന്തിലേക്ക് മാറിയത്, പോപ്പുലേഷൻ ഒക്കെ കൂടിയ സമയത്ത് പോപ്പുലേഷനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന ഗോളിലേക്ക് ഇത് മാറി. ഇനിഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ വാസക്ടമി ഏകദേശം 80.5%, അതായത് ഈ വാസക്ടമി എന്ന സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഏകദേശം 80.5% ആളുകളും ചെയ്യുന്നുണ്ടായിരുന്നു 1966-70 കാലഘട്ടത്തിൽ. പിന്നെ അത് ഷാർപ്ലി ആയിട്ട് ഡിക്ലൈൻ ആയി, കുറഞ്ഞു. ഇപ്പം ദ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS നമ്മൾ മെയിൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുന്ന റെഫർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് NFHS റിപ്പോർട്ട് എന്നൊക്കെ പറയും, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ്, NFHS റിപ്പോർട്ടിൽ ഷോസ് മെയിൽ സ്റ്റെറിലൈസേഷൻ റേറ്റ്സ് ഹാവ് സ്റ്റാഗ്നേറ്റഡ് അറ്റ് അറൌണ്ട് 0.3% ഇൻ റീസെന്റ് ഇയേഴ്സ്. അടുത്ത വർഷങ്ങളിലായിട്ട് എന്താ ഇത് സ്റ്റാഗ്നേറ്റ് ആയിട്ടിരിക്കുകയാണ്, അതായത് കുറഞ്ഞ ഒരു ഇപ്പം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കുറഞ്ഞ ഒരു നിലയിൽ നിൽക്കുക, 0.3% ഇപ്പം നിൽക്കുക മെയിൽ സ്റ്റെറിലൈസേഷൻ റേറ്റ്സ്. പക്ഷേ ഫീമെയിലിന്റെ സ്റ്റെറിലൈസേഷൻ റേറ്റ് കൂടുന്നുണ്ട്, ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, 37.9% അടുത്തുണ്ട്. സോ അവിടെ ഭയങ്കര ഒരു ഹ്യൂജ് ഡിസ്പാരിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ജെൻഡർ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് പോളിസി വെച്ച് നോക്കുമ്പോൾ അതിനെ ഒരു കോൺട്രഡിക്ട് ചെയ്യുന്നതാണ്. അതിന്റെ എയിം എന്താണ്, ഇന്ത്യസ് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഒരു എയിം എന്താണ്, ഒരു എയിമിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു എയിമിൽ വരുന്നത് മെയിൽ സ്റ്റെറിലൈസേഷൻ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്, ഏകദേശം 30% വരെ. ഇപ്പൊ എത്രയാണ്, 0.3%ലേക്ക് സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, അത് 30%ലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് ഗോൾ. ഇറ്റ് ഓൾസോ ചലഞ്ചസ് ഇന്ത്യസ് എഫേർട്സ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5 ഓൺ ജെൻഡർ ഈക്വാലിറ്റി. SDG ഗോൾസിനെ പറ്റി നമുക്കറിയാം. 2030 നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് ഗോൾസ് ആണ്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് ഗ്ലോബലി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് SDG 5 പെടുന്നതാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇതിലും ഇതൊരു ഇറ്റ്സ് എ ഫോം ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, despite efforts like vasectomy day and vasectomy awareness campaigns, misconceptions, lack of awareness and social attitudes have kept adoption low. അപ്പം എന്തൊക്കെ കൊണ്ടുവന്നിട്ട് വാസക്ടമി ഡേ ആചരിക്കുന്നുണ്ട്, വാസക്ടമി അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോലും മിസ്കൺസെപ്ഷൻസിന്റെ പുറത്തും പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടും തെറ്റിദ്ധാരണകൾ മൂലവും പിന്നെ അതുപോലെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട്, ഇങ്ങനത്തെ ബർത്ത് കൺട്രോൾ മെഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് മേ ബി പല റിലീജിയസ് ആസ്പെക്ട്സ് അതിൽ വരുന്നുണ്ട്, പല റിലീജിയൻസും ഇതിനൊക്കെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അഡോപ്ഷൻ എന്താ വളരെയധികം ലോ ആയിട്ട് വരാൻ കാരണങ്ങളാണ്. ഓക്കെ, ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. മെനി വിമൻ സീ സ്റ്റെറിലൈസേഷൻ ആസ് ദെയർ റെസ്പോൺസിബിലിറ്റി. സ്ത്രീകൾ എന്താ കാണുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാണുന്നത്. ആൻഡ് ബിലീവ് മെൻ ഷുഡ് നോട്ട് ബി ബർഡൻഡ്. പുരുഷന്മാർ ഇതിൽ ബർഡൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിക്കാണ് സ്ത്രീകളെല്ലാം ഇതിനെ കാണുന്നത്. ഓക്കെ, ദേ ആർ പ്രൈമറി ഏണേഴ്സ്. പുരുഷന്മാരാണ് പ്രൈമറി ഏണേഴ്സ്, അതുകൊണ്ട്
സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള, പുരുഷന്മാരെ അതിൽ ബർഡൻ ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള രീതിക്കാണ് ഇത് ഇപ്പോഴും ഒരു കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് പോകുന്നത്. പിന്നെ കൂടാതെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഫിയേഴ്സ് ഓഫ് റെഡ്യൂസ്ഡ് ലിബിഡോ. ലിബിഡോ കുറയും, ആ ഒരു സെക്ഷുവൽ പ്ലഷേഴ്സ് ഒക്കെ കുറയുമോ, ആ രീതിക്കുള്ള കുറെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ സെക്ഷുവൽ ഡ്രൈവ് കുറയുമോ, അതാണ് ലിബിഡോ എന്ന് പറയുന്നത്, അത് കുറയുമോ എന്ന രീതിക്കുള്ള മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. എക്സസ്ബ്രേറ്റ് ദിസ് ഇഷ്യൂ. അവയർനെസ് ആൻഡ് ഇൻസെന്റീവ്സ്. പിന്നെ ഒരു കാര്യമാണ്, മോസ്റ്റ് പീപ്പിൾ എസെൻഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ആർ അൺഅവെയർ ഓഫ് ഗവൺമെന്റ് ഇൻസെന്റീവ്സ്. ഇതിന് കുറെ ഈ വന്ധ്യകരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ, വാസക്ടമി ചെയ്യുമ്പോൾ കുറച്ചധികം, വാസക്ടമി പുരുഷന്മാരിലെ സ്റ്റെറിലൈസേഷൻ ആണ്, ഫീമെയിൽസിൽ അതിനെ വിളിക്കുന്നത് ട്യൂബെക്ടമി എന്നാണ്. അവരുടെ ഇപ്പം സ്ത്രീകളിൽ അതിനെ വിളിക്കുന്ന ട്യൂബെക്ടമി എന്നാണ്. സ്ത്രീകളുടെ ഫെലോപ്പിയൻ ട്യൂബ്സ് ആണ് അവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ എക്സിന്റെ പാസേജ് നമ്മുടെ ഈ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും, വാസ് ഡിഫറൻസിന്റെ അവിടെ വെച്ച് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനും. അപ്പം പുറത്തേക്ക് വരില്ല ആ എക്സ്. അതാണ് ആ ഒരു ട്യൂബെക്ടമി ചെയ്യുമ്പോൾ ഇത്. വാസക്ടമി ആണെങ്കിലോ ആ സ്പേംസിന്റെ പാസേജ് ആ വാസക്ടമി കട്ട് ചെയ്യുന്നതോടെ അവിടെ ബ്ലോക്ക് ചെയ്യും, പുറത്തേക്ക് പിന്നെ സ്പേംസിന് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇറ്റ്സ് എ ഫോം ഓഫ് കോൺട്രസെപ്ഷൻ, അല്ലെങ്കിൽ ഒരു ബർത്ത് കൺട്രോൾ മെഷറാണ്. ഓക്കെ, അതാണ് വാസക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കുറെ ഇൻസെന്റീവ്സ്, ഈ വന്ധ്യകരണം ചെയ്യുന്നതിന് കുറെ അധികം ഇൻസെന്റീവ്സ് ഗവൺമെന്റ്സ് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ അവിടെ പല പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതിനെ കുറിച്ച് കാണാൻ പറ്റും. അപ്പൊ എന്താ ഈ ഇൻസെന്റീവ്സിനെ കുറിച്ച്, ഗവൺമെന്റ് ഇൻസെന്റീവ്സിനെ കുറിച്ച് റൂറൽ ഏരിയയിലുള്ള ആളുകൾ അൺഅവെയർ ആണ്. ടു ഓഫ്സെറ്റ് ഇൻകം ലോസ്. ഇപ്പം ഇത് ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ എന്താ, അവിടെ കുറച്ച് ഇൻകം ലോസ് ഉണ്ടാവും ആളുകൾക്ക്. അപ്പൊ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഈ പ്രൊസീജിയർ ചെയ്യുന്നവർക്ക് കൊടുക്കും. ഓക്കെ, പിന്നെ ഹെൽത്ത് കെയർ ആക്സസ്. ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഒന്നും ഇല്ല ഈ നോൺ സ്കാൽപ്പൽ വാസക്ടമി ചെയ്യുന്നതിൽ, അതൊക്കെ വളരെ കുറവാണ്, സ്കേഴ്സ് ആണ് ഈ ട്രെയിൻഡ് പ്രൊവൈഡേഴ്സ് ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ. നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്ന് പറഞ്ഞാൽ സ്ക്രോട്ടൽ സാക്കിൽ, അതായത് പുറമെ എന്താ ഒരു ചെറിയൊരു കീ ഹോൾ പോലെ ഒരു ഹോൾ ചെയ്തിട്ട് ഈ വാസ് ഡിഫറൻസ് ആക്സസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുന്ന അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, നോൺ സ്കാൽപ്പൽ വാസക്ടമീസ് എന്ന് വിളിക്കുന്നത്. അത് പർട്ടിക്കുലർലി റൂറൽ ഏരിയസിൽ ഒന്നും ഇതിന് പറ്റുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഒന്നും ഇല്ല, ഓർ ഈവൻ ഹെൽത്ത് വർക്കേഴ്സ് ലാക്ക് സഫീഷ്യന്റ് നോളജ്. ഹെൽത്ത് വർക്കേഴ്സിനും അതിനെക്കുറിച്ച് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജ് ഒന്നും ഇതിനകത്തില്ല. ഇതിന്റെയൊക്കെ സൊല്യൂഷൻ എന്താ വരുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ചാലഞ്ചസ് ആണ്. ഇതിന് സൊല്യൂഷൻ പറയാൻ പറ്റുന്നത് ഏർലി സെൻസിറ്റൈസേഷൻ ആണ്. കൂടുതൽ ആളുകൾക്കും അവയർനെസ് കൊടുക്കുക ത്രൂ അവയർനെസ് പ്രോഗ്രാംസ്, എസ്പെഷ്യലി സ്കൂൾസിലൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. സ്കൂൾ ലെവലിലേക്ക് കൊടുക്കുവാണെങ്കിൽ ടു ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇതിനെ എന്തായിട്ട് കാണുന്നു, ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണും. ഓക്കെ, പിന്നെ പിയർ ഡിസ്കഷൻസ് കൊണ്ടുവരിക, എഡ്യൂക്കേഷണൽ ക്യാമ്പയിൻസ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു മിത്തിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിസ്മാന്റിൽ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇതിന്റെ പുറമെയുള്ള മിസ്കൺസെപ്ഷൻസിനെയൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് ഇൻസെന്റീവ്സ്, നമുക്ക് ഈ കണ്ടീഷണൽ ആയിട്ടുള്ള ക്യാഷ് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും ടു എൻകറേജ് men to opt for vasectomy as seen in successful examples from കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലൊക്കെ ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാറുണ്ട്, ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്. എന്നിട്ട് ആളുകൾ വാസക്ടമിയിലേക്ക് പോകാറുണ്ട്. ലെസൺസ് ഫ്രം അതർ കൺട്രീസ്. സൗത്ത് കൊറിയയിലൊക്കെ ഹൈ വാസക്ടമി അപ്ടേക്ക് ആണ് ഡ്യൂ ടു ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് പ്രോഗ്രസീവ് നോംസ്. പിന്നെ ഭൂട്ടാനിൽ ഗവൺമെന്റ് ലെഡ് ക്യാമ്പയിൻസ് ഉണ്ട് ആൻഡ് ആക്സസിബിൾ ഹൈ ക്വാളിറ്റി സർവീസസ്. അവിടെ ക്യാമ്പയിൻസ് മാത്രമല്ല, അവിടെ ഹൈ ക്വാളിറ്റി സർവീസസും ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രസീലിലാണെങ്കിലും മാസ് മീഡിയ ക്യാമ്പയിൻസ് ഉപയോഗിക്കാറുണ്ട് ദാറ്റ് ഇൻക്രീസ് ദ അവയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ്. പിന്നെ നമ്മുടെ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക, ട്രെയിൻ മോർ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു പെർഫോം വാസക്ടമീസ് പെർഫോം ചെയ്യാൻ കൂടുതൽ ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ എക്വിപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ് ഇൻ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ലൈക്ക് നോൺ സ്കാൽപ്പൽ വാസക്ടമി, അത് നമ്മൾ പറഞ്ഞു. സ്ക്രോട്ടൽ സാക്കിൽ ഒരു ഹോൾ വരുത്തിയിട്ട് ഈ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്, നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്ന് വിളിക്കുന്നത്. പിന്നെ അതുകൂടാതെ അലൈൻ നാഷണൽ ഹെൽത്ത് സിസ്റ്റം പോളിസീസ് വിത്ത് ആക്ഷനബിൾ സ്റ്റെപ്സ്. അപ്പം നാഷണൽ ഹെൽത്ത് സിസ്റ്റം പോളിസീസിലൊക്കെ എന്താ ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ഒക്കെ എടുക്കുക, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് ഒക്കെ കൊണ്ടുവരിക. ആൻഡ് സർവീസ് ഫോക്കസ്ഡ് എഫേർട്സ്. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള എഫേർട്സ് കൊണ്ടുവരിക. ഓക്കെ, എടുക്കുക. അടുത്തായിട്ട് ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്, ഫോർ വാസക്ടമി ടു ബിക്കം എ വയബിൾ ആൻഡ് അക്സെപ്റ്റഡ് ഓപ്ഷൻ, ഇന്ത്യ നീഡ്സ് സസ്റ്റൈൻഡ് എഫേർട്സ്
ടു റേസ് അവയർനെസ്. ഇതൊരു വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ എഫേർട്സ് എടുക്കേണ്ടതുണ്ട് അവയർനെസ് കൂട്ടാനും, പിന്നെ അതുപോലെ ഇതിന്റെ ആക്സസ് കൂട്ടാനും ക്വാളിറ്റി സർവീസസിലേക്ക്, പിന്നെ ബെറ്റർ ഇൻസെന്റീവ്സും കൊടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ്, അച്ചീവ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഒരു ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാനും കുറച്ചുകൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള ജെൻഡർ ഈക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സഹായിക്കും. ഓക്കെ, അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രസെപ്റ്റീവ് മെഷേഴ്സിലോ അല്ലെങ്കിൽ ബർത്ത് കൺട്രോളിലൊക്കെ. ഓക്കെ, അതൊക്കെയായിരുന്നു ആർട്ടിക്കിളിൽ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് GS2 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഇറാൻ ടു എൻറിച്ച് യുറേനിയം വിത്ത് അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ് സെയ്സ് IAEA. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് IAEA എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ പഠിക്കുന്നതാണ് പലപ്പോഴും IR കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ. GS2 പ്രിലിംസിലും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. ഇറാൻ കുറച്ച് പുതിയ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? യുറാനിയം എൻറിച്ച്മെന്റ് നടത്താൻ വേണ്ടിയാ. 2 മെയിൻ ന്യൂക്ലിയർ സൈറ്റ്സിൽ, ഇറാനിലെ 2 മെയിൻ ന്യൂക്ലിയർ സൈറ്റ്സ് ആണ് ഫോർഡോയും നാറ്റാൻസും. ഈ 2 സ്ഥലങ്ങളാണ് ഇറാനിലെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ 2 മെയിൻ ന്യൂക്ലിയർ സൈറ്റ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ യുറാനിയം എൻറിച്ച്മെന്റ് എന്താ കൂട്ടാൻ ഉള്ള ശ്രമത്തിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പം ഇത് നമുക്ക് മാച്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിലിംസിലൊക്കെ ചോദിക്കും. ഈ ഫോർഡോയും നെതാൻസ് എന്ന് വന്നിട്ട് ഏത് രാജ്യത്താണ്? അത് പല രാജ്യങ്ങൾ വരും, എന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പ്രിലിംസ് ചോദിക്കും. അപ്പൊ നമ്മൾ ഓർത്തോണം, ഫോർഡോയും നെതാൻസും ഇറാനിലെ സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ യുറേനിയം എൻറിച്ച്മെന്റ് നടത്താൻ അവര് ആയിരക്കണക്കിന് അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്ന ഉപകരണങ്ങളാണ് നമുക്ക് ഇവിടെ കാണുന്ന അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച. യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്തിനുപയോഗിക്കാന്നാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള പർപ്പസിനൊക്കെ യുറേനിയം എൻറിച്ച്മെന്റ് ഉപയോഗിക്കാം, ലൈക്ക് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ? ബട്ട് അറ്റ് ഹൈ ലെവൽസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ഇത് ഒരു ത്രെട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇറാന്റെ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നൗ നിയറിംഗ് വെപ്പൺ ഗ്രേഡ് ലെവൽസ്. ഇപ്പം എൻറിച്ച് ചെയ്ത് ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. ഇറാന്റെ എൻറിച്ച്മെന്റ് ലെവൽ ഒക്കെ കൂടുതലാണെന്ന് പറയുന്നത്. ഒരു വെപ്പൺ ഉണ്ടാക്കുന്ന ഗ്രേഡിലേക്ക് അത് മാറിയിട്ടുണ്ട്. നിയറിംഗ് വെപ്പൺ ഗ്രേഡ് ലെവൽസ് which has raised international concerns and heightened tensions about its nuclear program. നമ്മൾ പലപ്പോഴും പണ്ട് പഠിക്കുന്നതായിരുന്നു. JCPOയെ കുറിച്ചൊക്കെ അറിയാൻ ഞാൻ അതൊരു സ്ലൈഡ് ചേർത്തിട്ടുണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം വിശദമായിട്ട്. അപ്പൊ അതുമൊക്കെ ആയിട്ട് ചേർത്ത് പറയേണ്ടത്, അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് എത്ര ഓരോ രാജ്യങ്ങൾക്കും എൻറിച്ച് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതിന്റെ ലെവൽസ് ഒക്കെ എന്താ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് യുറേനിയം എൻറിച്ച്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യുറേനിയം എൻറിച്ച്മെന്റ് is the process of increasing the concentration of uranium-235 in natural uranium. അപ്പം യുറേനിയത്തിന്റെ 235 ആ ഒരു ഐസോടോപ്പിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതാണ് ആ ഒരു നാച്ചുറൽ യുറേനിയത്തില് U-235ന്റെ കോൺസെൻട്രേഷൻ. ആ യുറേനിയത്തിന്റെ ഒരു ഫോം ആണ് അല്ലെങ്കിൽ ഒരു ഐസോടോപ്പ് ആണ്, മറ്റൊരു വേർഷൻ ആണ് എന്ത് uranium-235 എന്ന് പറയുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ നാച്ചുറൽ യുറേനിയത്തിൽ കൂട്ടുമ്പോഴാണ് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച് ആവും. ദിസ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ന്യൂക്ലിയർ ഫ്യൂവൽ ഫോർ പവർ റിയാക്ടേഴ്സ്. ഇത് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ന്യൂക്ലിയർ ഫ്യൂവല് പവർ റിയാക്ടേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, enriching uranium increases the technical efficiency of reactors. ഇത് enrich ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടെക്നിക്കൽ എഫിഷ്യൻസി ഒക്കെ കൂടും റിയാക്ടേഴ്സിന്റെ, allowing them to use ordinary water as a moderator. സാധാരണ ജലം എന്താ ഒരു മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അവസാനം യുറേനിയം ഒക്കെ enrich ചെയ്യുമ്പോൾ അതിന്റെ ഹൈ കൈനറ്റിക് എനർജിയിലുള്ള ന്യൂട്രോൺസിനെ ഒക്കെ എന്താ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിനാണ് മോഡറേറ്റർ ഉപയോഗിക്കുന്നത്, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി. ഇതിനകത്തൂടെ പോകുന്ന ന്യൂട്രോൺസും കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് നമ്മുടെ മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പം എന്തിനായി യുറാനിയം എൻറിച്ച് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എൻറിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ
ടെക്നിക്കൽ എഫിഷ്യൻസി കൂടും. നമ്മുടെ ഈ റിയാക്ടറിന്റെ ഒക്കെ ടെക്നിക്കൽ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ സഹായിക്കും. ഇനി അടുത്ത എങ്ങനെ എൻറിച്ച് ചെയ്യുന്നത്? ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ടു യൂസ് സെൻട്രിഫ്യൂജ് ടു സെപ്പറേറ്റ് യുറാനിയം ഹെക്സാഫ്ലൂറൈഡ് ഗ്യാസ് ഇൻടു 2 സ്ട്രീംസ്. രണ്ട് സ്ട്രീം ആയിട്ട് ഇതിനെ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നു. രണ്ട് സ്ട്രീം ആയിട്ട് മാറ്റും. രണ്ട് സ്ട്രീം ആയിട്ട് മാറ്റും. ഒന്ന് എൻറിച്ച്ഡ് യുറേനിയവും മറ്റൊന്ന് ഡിപ്ലീറ്റഡ് യുറേനിയവും ആയിട്ട് ഈ സെൻട്രിഫ്യൂജ് സെപ്പറേറ്റ് ചെയ്യും. The steam with the required level of enrichment is known as low enriched uranium. ആ ഒരു റിക്വയർഡ് ലെവലിലുള്ള എൻറിച്ച് നടത്തിയ സ്ട്രീമിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോ എൻറിച്ച്ഡ് യുറേനിയം, LEU എന്ന് വിളിക്കും. പിന്നെ ഉള്ളതാണ് ഡിപ്ലീറ്റഡ് യുറേനിയം എന്ന് പറയും. മറ്റൊന്ന് ഡിപ്ലീറ്റഡ് യുറേനിയം ആണ്. ഇസ് കോൾഡ് ടെയിൽസ്. അത് മറ്റൊരു സ്ട്രീമാണ്. ഓക്കെ. ഹൗ ഈസ് എൻറിച്ച്ഡ് യുറേനിയം യൂസ്ഡ്? പല കൊമേഴ്ഷ്യൽ റിയാക്ടേഴ്സും എന്താ യൂസ് ചെയ്യുന്നത്? ലോ എൻറിച്ച്ഡ് യുറേനിയം ആയിരിക്കും. വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് റിയാക്ടർ ഗ്രേഡ് യുറേനിയം. അതിനെയാണ് വിളിക്കുന്നത് റിയാക്ടർ ഗ്രേഡ് യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയം എൻറിച്ച്ഡ് ബിയോണ്ട് 20%, 20%-നേക്കാൾ കൂടുതൽ എൻറിച്ച് ചെയ്ത യുറേനിയം ആണ് ഹൈലി എൻറിച്ച്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ നേവൽ പ്രൊപ്പൽഷൻ റിയാക്ടേഴ്സ്, ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് സം റിസർച്ച് റിയാക്ടേഴ്സ്. ഇവിടെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉപയോഗിക്കും ഇവിടെ. പിന്നെ മറ്റ് മെത്തേഡ്സ് ഉണ്ട് എൻറിച്ച് ചെയ്യാം. ലേസർ എൻറിച്ച്മെന്റ് ഉപയോഗിക്കും. ഈസ് അനദർ technology that can be used to enrich uranium, but it is not currently used commercially. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കണ്ടത് എന്ത് ടൈപ്പ് ഓഫ് എൻറിച്ച്മെന്റ് അവിടെ നിന്നാണ്? സെൻട്രിഫ്യൂജ് എൻറിച്ച്മെന്റ് ആ കൂട്ടുന്നത് ഇറാനി. ഓക്കെ, അത് കൊമേഴ്ഷ്യലി ഇപ്പം ഈ ലേസർ എൻറിച്ച്മെന്റ് ടെക്നിക്സ് ഒന്നും കൊമേഴ്ഷ്യലി ഇപ്പം യൂസ് ചെയ്യുന്നില്ല എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത്. പിന്നെ യുറേനിയം എൻറിച്ച്മെന്റ് ആൻഡ് നോൺ പ്രൊലിഫറേഷൻ. Uranium enrichment is a sensitive technology that requires international control to prevent the spread of nuclear weapons. അപ്പം യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി. ഇതൊരു ബൂണാകാം അല്ലെങ്കിൽ ഒരു ബെയിൻ ആയിട്ട് മാറാം. അതായത് ഒരു ബ്ലെസ് ആവാം അല്ലെങ്കിൽ അതൊരു ഡെബിൾ ഫോമിലേക്ക് മാറാൻ പറ്റും. ഓക്കെ, അത് ഉപയോഗിക്കുന്നവരായിരിക്കും ഓരോ രാജ്യങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇതൊരു സെൻസിറ്റീവ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ കൺട്രോൾ ഇതിൽ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ഇതിൽ ആവശ്യമാണ് ഇതിന്റെ സ്പ്രെഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഇറാന്റെ ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതിനെ ഫോർമൽ ആയിട്ട് വിളിക്കുന്നത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് JCPOA എന്ന് പറയുന്നത്. UPSCക്ക് ഒരു മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് JCPOA ഒക്കെ. ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. AR-ലൊക്കെ നമ്മൾ നോക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ അഗ്രിമെന്റിനെ ഫോർമൽ ആയിട്ട് വിളിക്കുന്ന JCPOA എന്ന് പറയുന്നത്. ഇതൊരു ലാൻഡ്മാർക്ക് അക്കോർഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആയിരുന്നു റീച്ച്ഡ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് several world powers including the US ഉൾപ്പെടെ കുറെ വേൾഡ് പവേഴ്സ് ഇറാനും കൂടെ സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആയിരുന്നു. ജൂലൈ 2015 ഇത് സൈൻ ചെയ്തത്. ഇത് JCPOA വന്നതോടെ എന്താ സംഭവിച്ചത്? ഇറ്റ് പ്ലേസ്ഡ് സിഗ്നിഫിക്കന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ എക്സ്ചേഞ്ച് ഫോർ സാങ്ഷൻസ് റിലീഫ്. അതായത് ഇങ്ങനെ ന്യൂക്ലിയർ പ്രോഗ്രാം ഒക്കെ വളരെയധികം അല്ലെങ്കിൽ കുറേയധികം ഇങ്ങനെ ന്യൂക്ലിയർ കപ്പാസിറ്റി കൂട്ടുമ്പോൾ എന്നാ സംഭവിക്കും? അല്ലെങ്കിൽ കുറെ അധികം ഇങ്ങനെ എൻറിച്ച് ചെയ്യുമ്പോൾ പല രാജ്യങ്ങൾക്കും അത് ഒരു ത്രെട്ട് ആയിട്ട് അവർ പല സാങ്ഷൻസും ഇമ്പോസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി US ഉള്ള രാജ്യങ്ങളൊക്കെ. അപ്പം JCPOA വന്നപ്പോൾ എന്താ കുറേയധികം റെസ്ട്രിക്ഷൻസ് വെച്ചു എൻറിച്ച്മെന്റിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ. അപ്പൊ അത് വെച്ചിട്ട് എല്ലാ രാജ്യങ്ങളും എഗ്രി ചെയ്തു പരസ്പരം. അതുകൊണ്ട് തന്നെ കുറെ സാങ്ഷനിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ ട്രംപ് പ്രസിഡന്റ് ആയപ്പോ 2018 എന്താ ട്രംപ് എന്ത് ചെയ്തു? അത് വിഡ്രോ US-നെ ഈ ഡീലിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്ത് പറഞ്ഞിട്ടാ? claimed it failed to curtail Iran's missile program. ഇറാന്റെ മിസൈൽ പ്രോഗ്രാം കർട്ടൈൽ ചെയ്യാൻ ഇത് സഹായിച്ചില്ല ഈ ഡീല്. അതുകൊണ്ട് ഞങ്ങൾ ഇത് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞ് ട്രംപ് ഇറങ്ങിപ്പോയി. ആൻഡ് റീജിയണൽ ഇൻഫ്ലുവൻസ്. Iran began ignoring limitations on its ന്യൂക്ലിയർ പ്രോഗ്രാം എ ഇയർ ലേറ്റർ. പിന്നെ ഇറാൻ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി ലിമിറ്റേഷൻസ് ഒക്കെ. ഇറാൻ വീണ്ടും എൻറിച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങി. വാഷിംഗ്ടൺ ആൻഡ് ടെഹ്റാൻ ഹാവ് ബോത്ത് സെഡ് they would return to original ഡീലിലേക്ക് അവർ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞു രണ്ട് രാജ്യങ്ങളും. ബട്ട് ദേ ഡിസഗ്രി ഓൺ ദ സ്റ്റെപ്സ് ടു ഗെറ്റ് ദയർ. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും ഇറാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഇടപെടുമ്പം അവിടെയൊക്കെ പല രാജ്യങ്ങൾക്കും ഇറാനുമായിട്ട് ഇടപെടുന്ന രാജ്യങ്ങൾക്കൊക്കെ എന്താ സമ്പർക്കത്തിൽ വരുന്ന രാജ്യങ്ങൾക്കൊക്കെ സാങ്ഷൻസ് ഒക്കെ വരാറുള്ളതായിട്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള. ഓക്കെ,
അപ്പൊ ഇതൊക്കെയാ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ കൂടാതെ JCPO എന്താണെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതുകൂടാതെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനുകൾ നമ്മൾ നോക്കുവാണ്. മാച്ച് ദ ഫോളോയിങ് ന്യൂക്ലിയർ സൈറ്റ്സ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് കൺട്രീസ്. കുറച്ച് ന്യൂക്ലിയർ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർഡോ, യോങ് ബയോൺ, ഡിമോണ, കഹൂത്ത. അപ്പുറത്ത് കുറച്ച് കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. എ വരുന്നത് നോർത്ത് കൊറിയ, ബി ഇറാൻ, സി ഇസ്രായേൽ, ഡി പാകിസ്ഥാൻ. ഈ പറയുന്ന ന്യൂക്ലിയർ സൈറ്റ് ഒക്കെ ഏത് രാജ്യത്തെയാണെന്ന് ഒന്ന് മാച്ച് ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1B, 2A, 3C, 4D. ഓപ്ഷൻ ബി 1A, 2B, 3C, 4D. പിന്നെ ഓപ്ഷൻ സിക്കകത്ത് വരുന്ന 1B, 2A, 3D, 4C. പിന്നെ ഡിക്കകത്ത് വരുന്നത് 1C, 2D, 3A, 4B. ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് എല്ലാവരും ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഇതിന്റെ ആൻസർ. എന്തായാലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫീഡ്ബാക്സും എല്ലാവർക്കും ഇടാവുന്നതാണ് കമന്റ് ബോക്സിൽ. എല്ലാം വെൽക്കം ചെയ്യുന്നു. നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അടുത്ത DNA കാണുമ്പോഴേക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്. ഓക്കെ, ബൈ.